ഹായ് ഓൾ, വെൽക്കം ടു സൈലം. അപ്പോൾ NTPC എക്സാംസിന് നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഗ്രാജുവേറ്റ് ലെവലിന്റെ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നവംബർ 20 അതേപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നവംബർ 27. അപ്പോൾ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം സ്വാഭാവികമായിട്ടും സിലബസ് തന്നെയാണ് അല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് NTPC എക്സാമിന്റെ സിലബസ് ഒന്ന് നോക്കാം. നമുക്കറിയാം ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും സെയിം സിലബസ് തന്നെയാണ് അല്ലേ. ലെവലിലാണ് ചെറിയ വ്യത്യാസങ്ങളുള്ളത്. അപ്പോൾ എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നോക്കാം ഗ്രാജുവേറ്റ് ലെവലിൽ ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്പുകളാണുള്ളത്. അപ്പോൾ നമുക്കറിയാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് CBT1 എക്സാം എഴുതുക എന്നുള്ളത് തന്നെയാണ്. CBT1 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ CBT2 എക്സാം എഴുതണം. അപ്പോൾ ഇത് എല്ലാ പോസ്റ്റുകൾക്കും കോമൺ ആണ്. CBT1 അതേപോലെ CBT2. അത് കഴിഞ്ഞാൽ ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ചില പോസ്റ്റുകൾക്ക് CBAT ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം, നോക്കുക. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അല്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് അഗൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആണ്, ട്രാഫിക് അസിസ്റ്റന്റ് ആണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് റീസണിങ് എബിലിറ്റി തന്നെയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗ്രാജുവേറ്റ് ലെവലിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലോട്ട് പോകുമ്പോൾ അഗൈൻ CBT1 കോമൺ ആണ് എല്ലാത്തിനും അല്ലെ. പിന്നീട് CBT2 അതായത് CBT1 ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് CBT2 ഉണ്ട്. ചില പോസ്റ്റുകൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് സ്കിൽ ടെസ്റ്റ് അല്ലെ, ടൈപ്പിംഗ് ടെസ്റ്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? അക്കൗണ്ട്സ് ക്ലർക്കം ടൈപ്പിസ്റ്റ്, അതുപോലെ ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ്. അപ്പോൾ CBT1 CBT2 ഈ പറയുന്ന രണ്ടിലും നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെ, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ആണ്. അപ്പോൾ നമുക്ക് CBT1 എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആകെ ഇവിടെ 90 മിനിറ്റ് ആണ് നമുക്ക് എക്സാമിന് സമയം കിട്ടുക, 1.5 മണിക്കൂർ അല്ലെ. ഇതില് ജനറൽ അവയർനെസ്സിൽ നിന്ന് 40 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, മാത്തമാറ്റിക്സിൽ നിന്ന് 30 ചോദ്യങ്ങളാണ്, റീസണിങ്ങിൽ നിന്ന് 30 ചോദ്യങ്ങളാണ്. സോ ആകെ മൊത്തം 100 ചോദ്യങ്ങളാണ്, 90 മിനിറ്റ് ആണ് അല്ലെ. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 1/3 ആണ്, 1/3 എന്നുള്ള രീതിയിലാണ് ഇവിടെ നെഗറ്റീവ്. ഒരു തെറ്റായ ചോദ്യത്തിന് 1/3 മാർക്ക് പോലെ ഓരോ ചോദ്യത്തിനും നിങ്ങൾക്കിവിടെ കാണാം 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ അല്ലെ. ഇനി CBT2 എടുത്തു കഴിഞ്ഞാലും സെയിം സബ്ജക്റ്റ് തന്നെയാണ് അല്ലെ, പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ചോദ്യങ്ങളിലാണ് അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ എണ്ണങ്ങളിലാണ് ഇവിടെ മാറ്റമുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ CBT2 വരുമ്പോൾ 90 മിനിറ്റ് തന്നെയാണ്. ജനറൽ അവയർനെസ് 50 ചോദ്യങ്ങൾ, മാത്തമാറ്റിക്സ് 35, റീസണിങ് 35. അപ്പോൾ ആകെ 120 ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മുടെ CBT2 വരുന്നത് അല്ലേ. റൈറ്റ്. അപ്പോൾ CBT1ലും CBT2ലും നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, റീസണിങ്, അതേപോലെ തന്നെ ജനറൽ അവയർനെസ് ആണ് അല്ലേ. ഇനി നമുക്ക് നോക്കാം NTPC പറയുന്ന സിലബസ് എന്താണ്, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും NTPC ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സിൽ ഈ പറയുന്ന പോലെ നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF അല്ലെ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലമെന്ററി ആൽജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര. സോ ഇവിടെ എക്സെട്ര എന്നുണ്ട് അല്ലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന റെയിൽവേ എക്സാംസിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണോ ചോദിച്ചിട്ടുണ്ടാവുക, അപ്പോൾ അതൊക്കെ നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നാലും ഏറ്റവും പ്രധാനമായിട്ടും ഈ പറയുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ റീസണിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ അനോളജീസ്, കംപ്ലീഷൻ ഓഫ് നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, സിംപ്ലി സീരീസ് അല്ലെ, കോഡിംഗ്, ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനോളജി, ക്ലാസിഫിക്കേഷൻ തന്നെയാണ് അവിടെ. അതുപോലെ ബ്ലഡ് റിലേഷൻ, അനലിറ്റിക്കൽ റീസണിങ്, ഈ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. സിലോജിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാംസ്, പസിൽ അല്ലെ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഡാറ്റ സഫിഷ്യൻസി, നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ, സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ്, ഡിസിഷൻ മേക്കിംഗ്, മാപ്സ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ്സ് എക്സെട്ര. സോ ഇതൊക്കെയാണ് നമ്മുടെ
റെയിൽവേ പറയുന്ന സിലബസ് NTPC എക്സാമിൻ്റെ റീസണിങ്ങിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നൗ ഇനി ജനറൽ അവയർനെസ്സിലോട്ട് പോകുമ്പോൾ of course current affairs അല്ലെ current events of national and international importance of course നമുക്കറിയാം current affairsന്റെ പ്രാധാന്യം കൂടി വരികയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെ, മോണുമെന്റ്സ്, പ്ലേസ് ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ്. അപ്പോൾ നമുക്കറിയാം റെയിൽവേ എക്സാംസിന് സയൻസ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. പിന്നീട് ഹിസ്റ്ററി, പോളിറ്റി എന്ന് പറയുന്നത് പോലെ ഇതാണ് നമ്മുടെ റെയിൽവേ പറയുന്ന സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതിന് ഒരു തർക്കവുമില്ല ആണല്ലോ. ഇനി ഇപ്പൊ കഴിഞ്ഞ നടന്ന നമ്മുടെ NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൽ ഏകദേശം എങ്ങനെയാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പോർഷനിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊരു റെഫറൻസ് മാത്രമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ തവണ അങ്ങനെ ചോദിച്ചു, എന്തായാലും ഇത്തവണ അങ്ങനെ ചോദിക്കൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ച് കൂടുതൽ പ്രാധാന്യം നമുക്ക് കൊടുക്കാം അല്ലെ. എല്ലാത്തിനും ഒരേ പ്രാധാന്യം തന്നെ കൊടുക്കാം. ബട്ട് ഇങ്ങനെയുള്ള പോർഷൻസ് അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന എക്സാമുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് തന്നെയാണ്, എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. ബട്ട് എന്നാലും നമുക്ക് നോക്കാം. ഇതാ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്പർ സിസ്റ്റം നോക്കുക, സിംപ്ലിഫിക്കേഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ്, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസസ്, ഇതിലൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ DI, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ആവറേജ്, മെൻസുറേഷൻ, ജോമെട്രി. സോ അത്യാവശ്യം ഈ കാണുന്ന ടോപ്പിക്കുകൾക്കെല്ലാം നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇവിടെ ഈ പറയുന്ന ടൈം ആൻഡ് വർക്കിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പാർട്ട്ണർഷിപ്പും അല്ലെങ്കിൽ ആ തരത്തിലുള്ളതെല്ലാം ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ മെയിൻ ടോപ്പിക്കുകളുടെ പേര് മാത്രമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന സിംപ്ലിഫിക്കേഷനും പെർസെൻറ്റേജും അല്ലെങ്കിൽ റേഷ്യോ, പ്രൊപ്പോർഷൻ ഇതെല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പോകുമ്പോഴും വളരെ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം അല്ലെങ്കിൽ സ്ട്രോങ് ആക്കി വെക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പെർസെൻറ്റേജും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനുമാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്പർ സിസ്റ്റം. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ ഈ 3 വിഷയം അല്ലെങ്കിൽ ഈ 3 ടോപ്പിക്കുകളും സെറ്റ് ആണെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ബാക്കി വരുന്ന ടോപ്പിക്കുകളിൽ അല്ലെങ്കിൽ ഒട്ടുമിക്ക ടോപ്പിക്കുകളിലും ഇതിൻ്റെ അപ്ലിക്കേഷൻസ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റൈറ്റ്, ഇനി നമുക്ക് റീസണിങ്ങിലോട്ട് പോവാം. റീസണിങ്ങിലോട്ട് പോകുമ്പോൾ നോക്കുക, കോഡിംഗ്, ഡീകോഡിംഗ് നല്ല വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളാണ് കോഡിംഗ്, ഡീകോഡിംഗ് ചോദിച്ചിരിക്കുന്നത്. പിന്നീട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അഗെയിൻ 2 to 3 അല്ലെങ്കിൽ ആ രീതിയിൽ ഓരോ ഷിഫ്റ്റിൽ 2 മുതൽ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നീട് നോക്കുക, പസിൽ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ചില ഷിഫ്റ്റുകളിൽ 5 ചോദ്യങ്ങളാണ്. ആലോചിക്കുക, 5 ചോദ്യങ്ങളാണ് പസിൽ അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അനോളജി, ക്ലാസിഫിക്കേഷൻ അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫബറ്റ് ടെസ്റ്റ്, അതായത് ഒരു വാക്ക് തന്നിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് പറയുന്നത്, ഒരു നമ്പർ സെറ്റ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത ചോദ്യങ്ങൾ, കുറേ നമ്പർ സെറ്റ് തന്നിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ളത്, വാക്കുകളുടെ അടുത്ത ലെറ്റർ ആക്കുക, പ്രീവിയസ് ലെറ്റർ ആക്കുക. സോ ഈ രീതിയിൽ ആൽഫബറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ആൽഫബറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനകത്ത് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ പല ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ നോൺ വെർബലിൽ കുറച്ച് കുറവായിരുന്നു, അതായത് ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ച് കുറവായിരുന്നു, ബട്ട് സ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ നമ്മൾ റീസണിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആൽഫബറ്റ് ഓഫ് കോഴ്സ് നമ്മൾ കൊടുക്കണം. കാരണം അതാണല്ലോ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നീട് കോഡിംഗ്, ഡീകോഡിംഗ്, സീരീസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അനോളജി, ക്ലാസിഫിക്കേഷൻ, പസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ, സീരീസൊക്കെ ഇതേ നേരത്തെ പറഞ്ഞ പോലെ 4-5 ചോദ്യങ്ങളാണ്. അതിപ്പോൾ ലെറ്റർ ആയിരിക്കാം, നമ്പർ ആയിരിക്കാം, മിക്സ്ഡ് സീരീസ് ആയിരിക്കാം, അതൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അനോളജി, ലെറ്റേഴ്സിൻ്റെ ആയിരിക്കാം, നമ്പേഴ്സിൻ്റെ ആയിരിക്കാം. ഒരുപാട് ചോദ്യങ്ങളാണ് ഈ പറയുന്ന ചെറിയ ചെറിയ ടോപ്പിക്കുകളിൽ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ സിലോജിസം അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻസ്, അതൊന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബട്ട് കൂടുതലും ഈ കാണുന്ന ടോപ്പിക്കിൽ നിന്നാണ് അവർ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം റീസണിങ്ങിൽ നിന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം ഒരേ ഇമ്പോർട്ടൻസ് കൂടെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ബിക്കോസ് എല്ലാം ഒരേപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം അല്ലേ. ഇനി നോക്കുക, അടുത്ത GA ആണ്. അപ്പോൾ ജനറൽ അവയർനെസ്സിലോട്ട് വരുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഓരോ എക്സാമിനും ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് നല്ല രീതിയിലുള്ള പ്രാധാന്യം കഴിഞ്ഞ എക്സാമിന് റെയിൽവേ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഹിസ്റ്ററി ആയിക്കോട്ടെ, ബയോളജി, ഫിസിക്സ് അല്ലെ, കമ്പ്യൂട്ടർ നോളജ് അല്ലെ, കെമിസ്ട്രി, സ്റ്റാറ്റിക്, GK, പോളിറ്റി, ജോഗ്രഫി എന്ന് കുറച്ച് കുറവ്. ബട്ട് സ്റ്റിൽ
ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഹിസ്റ്ററി, ബയോളജി എന്ന് പറയുന്നത് പോലെ ബാക്കിയുള്ള വിഷയങ്ങളിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമേ നിങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എങ്ങനെ വേണമെങ്കിലും അവർക്ക് മാറ്റി ചോദിക്കാം അല്ലേ. അപ്പം നമ്മൾ എന്തായാലും ഒരു എക്സാമിന് പഠിക്കുമ്പോൾ അവർ പറഞ്ഞ സിലബസിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലേ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഇനി അവർക്ക് മാറ്റാൻ തോന്നിയാലും നമ്മളെ അതൊരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ബാധിക്കാൻ പോകുന്നില്ല. റൈറ്റ്. അപ്പോൾ സിലബസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കുക അല്ലേ. അപ്പം നമുക്ക് ഇപ്പോൾ GA പോലെയുള്ള സബ്ജക്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം അല്ലേ. മാത്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഓക്കെ ഇതിന് ട്രിക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇതിന് ട്രിക്ക് ഇല്ല, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. റീസണിങ് ആണെങ്കിലും ഓക്കെ ഇത് വളരെ എളുപ്പത്തിൽ ഏത് മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു കോമ്പറ്റീഷനിലോട്ട് നമ്മൾ വരുമ്പോൾ, കാരണം അത്രത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാം ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സീറ്റ് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഇതെല്ലാം മനസ്സിലാക്കുക തന്നെ വേണം. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസോടുകൂടെ എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട ഏതൊക്കെ ട്രിക്കുകളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്, ഓക്കെ ഈ ട്രിക്കിനേക്കാളും ബെറ്റർ ഇന്ന ട്രിക്കാണ്, അങ്ങനെ കൃത്യമായിട്ടും വളരെ ബേസിക്കിൽ നിന്ന് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് RRB NTPC റെഗുലർ ബാച്ച് 1.0. അപ്പോൾ ഈ ബാച്ചിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ, അതായത് നിങ്ങൾ ലൈക്ക് സ്കൂൾ ടൈമിൽ വീക്കായിരുന്നോ കോളേജ് ടൈമിൽ വീക്കായിരുന്നോ ജസ്റ്റ് പാസ് ആണോ, ഡസിൻ മാറ്റർ ഹിയർ. അപ്പോൾ നിങ്ങൾ എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളത് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഒരു 12th പാസ്സായിരിക്കണം മതി. നിങ്ങൾക്ക് പഠിക്കാനുള്ള മനസ്സുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് എന്നുള്ളത് നിങ്ങൾ നോക്കുക വേണ്ട, അറിയേ വേണ്ട. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരിക്കാം, ഡസിൻ മാറ്റർ. കുറച്ച് അറിയായിരിക്കാം, ഡസിൻ മാറ്റർ. കുറേ അറിയായിരിക്കാം, ഡസിൻ മാറ്റർ. അപ്പോൾ ഇതൊന്നും ഇവിടെ വിഷയമേ ആവുന്നില്ല. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, അതായത് കൃത്യമായിട്ട് പഠിക്കാൻ റെഡിയാണ്, അങ്ങനെയുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ യെസ് നിങ്ങൾക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ ഈ ബാച്ചിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ എങ്ങനെയോ ആയിക്കോട്ടെ ഇവിടെ വന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് ബേസിക്കിൽ നിന്ന് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുതന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ബാച്ചിൻ്റെ ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ ബാച്ചിൽ അല്ലെങ്കിൽ വേറെ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുക, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബുകളിലും അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ പല വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് കാണാം, ലൈവുകളുടെയും അല്ലാത്ത വീഡിയോസിൻ്റെയും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ കണ്ടിട്ട് ഓക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്, ഇവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുക, നിങ്ങളത് കാണുക. അപ്പം അങ്ങനെ കണ്ടിട്ട് നിങ്ങൾ പഠിക്കാനും റെഡിയാണ് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, കാരണം ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഈ ബാച്ചിനെ കുറിച്ച് ഡൗട്ടോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ഡൗട്ടിനും ഒരു ക്ലാരിറ്റി നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. നമുക്ക് എന്തായാലും വീണ്ടും കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്. ബൈ ബൈ, തരാം.